51 യുവതികൾ ദർശനം നടത്തിയ പട്ടികയിൽ പിഴവുകളും അവ്യക്തതകളും ഉണ്ടെന്ന് വ്യക്തമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും തെറ്റുതിരുത്തുന്നു. ആഭ്യന്തര വകുപ്പാണ് പട്ടിക കോടതിയിൽ നൽകാൻ തയ്യാറായത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് പിഴവ് തിരുത്താൻ തയ്യാറായത്. പട്ടിക കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിക്കാത്തതിനാൽ തൽക്കാലം രക്ഷപ്പെട്ടു. കോടതി ഇന്നലെ ഇക്കാര്യം ആവശ്യപ്പെട്ടുമില്ല. സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യം അങ്ങോട്ട് പറയുകയായിരുന്നു. വെർച്വൽ ക്യൂവിലെ കണക്കെടുത്താണ് പോലീസ് പട്ടിക തയ്യാറാക്കിയത്. നവംബർ 16 മുതൽ മകരവിളക്ക് വരെ 16 ലക്ഷം പേരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തത്. അതിൽ 8.2 ലക്ഷം പേർ ദർശനത്തിനെത്തി. അതിൽ 7564 പേർ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നു. അതിൽ 51 പേർ തടസ്സങ്ങളില്ലാതെ സുഗമമായി ദർശനം നടത്തിയെന്നാണ് സർക്കാരിന്റെ കയ്യിലുള്ള കണക്ക്. ഇത് ക്യൂ ബുക്ക് ചെയ്യുമ്പോൾ ഭക്തർ നൽകിയ രേഖകൾ അനുസരിച്ച് തയ്യാറാക്കിയ പട്ടികയാണ്. രജിസ്റ്റർ ചെയ്ത സമയത്ത് ഭക്തർ സ്ത്രീയാണോ പുരുഷനാണോ എന്നതടക്കമുള്ള ഔദ്യോഗിക രേഖ സമർപ്പിക്കണം. അതിൽ നിന്നാണ് പോലീസ് പട്ടിക തയ്യാറാക്കിയത്. അല്ലാതെ ദർശനത്തിനെത്തുന്നവരുടെ വയസ്സ് പരിശോധിക്കാനുള്ള സംവിധാനം പോലീസിനില്ല. വിവാദമായതിനാൽ പട്ടിക തിരുത്തുമെന്ന ഉന്നത പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതി ആവശ്യപ്പെട്ടാൽ പുതിയ പട്ടിക സമർപ്പിക്കും. ഇന്നലെ കോടതി ഹർജി പരിഗണിക്കവേ എത്ര യുവതികൾ ദർശനം നടത്തിയെന്നത് തങ്ങളുടെ വിഷയമല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനാൽ പട്ടിക ആവശ്യപ്പെടുമോ എന്ന് തോന്നുന്നില്ല. ആവശ്യപ്പെട്ടാൽ സമർപ്പിക്കാമെന്നാണ് പോലീസിന്റെ പുതിയ നിലപാട്. കോടതിയിൽ പോലീസ് ആവേശം കാട്ടിയെന്ന് സർക്കാരിൽ ചിലർക്കും ദേവസ്വം ബോർഡിനും ആക്ഷേപമുണ്ട്. പോലീസ് നിലപാടിലുള്ള അതൃപ്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരസ്യമാക്കിയത് അതിനാലാണ്. പോലീസാണ് പട്ടിക തയ്യാറാക്കി കോടതിയിൽ നൽകിയതെങ്കിലും അതിന്റെ പഴി കേൾക്കേണ്ടി വന്നത് ദേവസ്വം ബോർഡിനാണ്. 51 യുവതികൾ ദർശനം നടത്തിയെന്ന് DGP ലോക്നാഥ് ബെഹ്റയും വ്യക്തമാക്കിയിരുന്നു. തെറ്റ് പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി. ADGP അനിൽകാന്ത് പട്ടിക പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. കോടതിയിൽ നേരിട്ട് നൽകാനല്ല പട്ടിക തയ്യാറാക്കിയതെന്നും ആവശ്യപ്പെട്ടാൽ കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ പറയുന്നു. സർക്കാരിന്റേത് റെക്കോർഡ് പ്രകാരമുള്ള കണക്കാണെന്നും എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ തിരുത്തുമെന്നും വ്യവസായ മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഇക്കാര്യം ചില മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.